ഹേമചന്ദ്രൻ കൊലക്കേസിലെ ഒരു പ്രതി കൂടി പിടിയിലായിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി സ്വദേശിയായ മെൽബിൻ മാത്യു ആണ് പിടിയിലായത്. മറ്റു പ്രതികൾക്കൊപ്പം കാറിലുണ്ടായിരുന്നയാളാണ് മെൽബിൻ. കേസിൽ പിടിയിലാകുന്ന 5ാമത്തെ പ്രതി കൂടിയാണ് ഇയാൾ. ആകാശ് തടത്തിലാണ് വിവരങ്ങളുമായി ചേർന്നത്. ആകാശ്, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. ഇയാൾക്ക് ഈ കേസുമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വിവരങ്ങൾ വേണം. രണ്ടാമത്തേത്, ഈ ഹേമചന്ദ്രന്റെ ഭാര്യ സുഭിഷ, അവർ ഈ മുഖ്യമന്ത്രിക്കും അതുപോലെ സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതികളിൽ മേൽ എന്തെങ്കിലും നടപടിയായിട്ടുണ്ടോ? DNA പരിശോധനാ ഫലം എന്നാകും ലഭിക്കുക? ഗുഡ് മോർണിംഗ് സേതു. പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്ന സേതു കേൾക്കാം ആകാശേ, പറഞ്ഞോ. ഒരു പ്രതി കൂടി പിടിയിലായിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരി സ്വദേശി മെൽബിൻ മാത്യു ആണ് പിടിയിലായിരിക്കുന്നത്. ഇയാളെ മെഡിക്കൽ കോളേജ് പോലീസ് ഇന്നലെ പിടികൂടുകയായിരുന്നു. ഈ കേസിലെ 5ാം പ്രതിയാണ് ഇയാൾ മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് കഴിഞ്ഞ വർഷമാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോയ വാഹനത്തിലുണ്ടായിരുന്ന ആളാണ് മെൽബിൻ മാത്യു. ഇതിനോടകം 5 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. പ്രധാന പ്രതിയായ മുഖ്യപ്രതിയായിട്ടുള്ള നൌഷാദിനെ പിടികൂടിയിരുന്നു. ഇനി ഈ കേസിൽ ഒരു കണ്ണൂർ സ്വദേശിനി, ഒരു യുവതി കൂടിയാണ് പിടിയിലാവേണ്ടത്. ഇവർ സംഭവത്തിന് ശേഷം വിദേശത്തേക്ക് കടന്നു കളയുകയാണ് ഉണ്ടായിരുന്നത്. ഇവർക്കായി ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ വധക്കേസിലെ DNA പരിശോധനയുടെ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല. കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു DNA ഫലം ലഭിച്ചാൽ മാത്രമാണ് ഇത് ഇദ്ദേഹമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അതിനായി 1-2 തവണ സാമ്പിളുകൾ അയച്ചിട്ട് പോലും DNA പരിശോധന ഫലം വൈകുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. സേതു. ശരി ആകാശേ, ഓക്കെ. അപ്പോൾ പറഞ്ഞതുപോലെ, ആകാശ് പറഞ്ഞ പോലെ തന്നെ 1.5 വർഷം മുൻപ് കാണാതായതാണ് ഹേമചന്ദ്രനെ. അതിനുശേഷം കഴിഞ്ഞ ജൂണിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. പിന്നാലെ DNA പരിശോധനയ്ക്ക് DNA പരിശോധനാ ഫലം വൈകുന്നു. അതിനൊപ്പം തന്നെ കുടുംബം ഇതിലൊരു ദുരൂഹതയൊക്കെ ആരോപിക്കുന്നുണ്ട്. ഹേമചന്ദ്രന്റെ ഭാര്യ സുഭിഷ, അവർ ഈ മുഖ്യമന്ത്രിയിലേക്കും അതുപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്കുമൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. അതിന്മേലുള്ള നടപടികൾ, അതിനൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇതിലൊരു അപ്ഡേഷൻ ഇപ്പോൾ ആകാശ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുപോലെ ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേസിൽ അങ്ങനെ 5 പേർ പിടിയിലായിട്ടുണ്ട്. ഇനി ഒരാളെയും കൂടി കിട്ടാനുണ്ട്. ഇപ്പോൾ പ്രതികൾ, ഈ ഗൾഫിലായിരുന്ന പ്രതി നൗഫലിനെയൊക്കെ നാട്ടിലെത്തിച്ചപ്പോൾ അതിന് മുൻപുമൊക്കെ അയാൾ പറഞ്ഞത് ഇത് കൊലപാതകമായിരുന്നില്ല, ആത്മഹത്യയായിരുന്നു, ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതിനെയൊക്കെ തള്ളുന്ന രീതിയിലുള്ള കണ്ടെത്തലുകൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. പിന്നെ ഈ ഹേമചന്ദ്രൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഈ തിരോധാനം പിന്നീട് മരണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് വലിയൊരു അന്വേഷണം നടത്തിയ ഒരു കണ്ടെത്തൽ കൂടിയാണിത്. കാരണം ഈ മാധ്യമങ്ങളിൽ നിന്നും അതേപോലെ തന്നെ വലിയ അകലം പാലിച്ചുമൊക്കെ വളരെ സീക്രട്ടായിട്ട്, വളരെ രഹസ്യ സ്വഭാവം വച്ച് സൂക്ഷിച്ച് അവർ നടത്തിയ ഒരു അന്വേഷണമാണ്. ആ അന്വേഷണത്തിനൊടുവിലാണ് ആ കൊലപാതകത്തിലേക്ക് എത്തുന്നതും അതിൻ്റെ ദുരൂഹതകളൊക്കെ അഴിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇനിയിപ്പോൾ ദുരൂഹതകൾ പൂർണ്ണമായിട്ടും മാറണമെങ്കിൽ DNA പരിശോധനാ ഫലം അടക്കം ലഭിക്കേണ്ടതുണ്ട്.